ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ചിക്കനിൽ എന്തൊക്കെ മസാലകളാണ് ഞാൻ ചേർക്കുന്നത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 800 ഗ്രാമിൻ്റെ ചിക്കനാണ്. ഇങ്ങനെ ചെറിയ ചിക്കനിൽ ചെയ്യായിരിക്കും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ നല്ലത്. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഞാനൊന്ന് കളഞ്ഞെടുക്കട്ടെ. നമുക്കിത് വേണമെങ്കിൽ തൊലിയോട് കൂടി ഗ്രില്ല് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇത് തൊലി കളഞ്ഞിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടാണ് ഞാൻ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഇത് നമുക്ക് പീസാക്കിയിട്ടും ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കന് ഗ്രില്ലിൽ വെക്കുമ്പോൾ ഒന്ന് പരത്തി വെക്കാനായിട്ട് ഇതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു എല്ലൊന്ന് മുറിച്ച് മാറ്റി കളയണം. അപ്പോൾ നമുക്കൊരു കത്രിക വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കണ എല്ല് നമുക്ക് കളയൊന്നും വേണ്ട. ഇത് നമുക്ക് ചിക്കൻ സ്റ്റോക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ എല്ല് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ആഴത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പരത്തി വെക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക. എങ്കിലേ നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കുള്ളൂ. ചിക്കന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ അധികം വെള്ളമില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളിയുടെ പേസ്റ്റാണ്. തക്കാളിയുടെ പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ തക്കാളി തൊലിയും അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, വെള്ളമൊന്നും കൂട്ടാതെ. അത് ചേർത്താലും മതി, ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ശരിക്കും എരിവിനല്ല, എരിവ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവും കൂടെ കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ സാധാരണ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ മസാല ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഈ ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒന്നുകിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിൽ ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് ഓവനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 1.5 മണിക്കൂർ ഞാനിപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കണലുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ലറിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. എന്തായാലും മസാല ഇത് തന്നെ മതി. അപ്പോൾ ഞാൻ
ഓവനിൽ വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 3/4 മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാം. അപ്പോൾ ഇനി അടുത്ത നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.